ജഡത്തിന്റെ ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പൂർത്തീകരിച്ചു. എന്താണ് ഈ ജഡത്തിന്റെ ബലഹീനത? നമ്മുടെ ശരീരത്തിന്റെ ബലഹീനതയാണോ? അല്ല, ജഡമനസ്സ്. അതിന്റെ ബലഹീനത ചിന്തകളാണ്. പാപം വാഴുന്നത് ചിന്തകളിലൂടെയാണ്. സിനിമ കണ്ടാൽ, ഒന്ന് കറങ്ങാൻ പോയാൽ കാണുന്ന കാഴ്ചകൾ, കേൾക്കുന്ന കേൾവികൾ, മറ്റുള്ളവർ പറയുന്നത്, ചിന്തകൾ. യേശുകർത്താവ് പറഞ്ഞു, ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് സകല തിന്മകളും വരുന്നത്. ജഡമനസ്സാണ് കുഴപ്പക്കാരൻ. അതുകൊണ്ട് പറയുന്നു, ജീവന്റെ ആത്മാവിന്റെ യേശുവിന്റെ പ്രമാണം. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടക്കുന്നു, കാദേശ് മരുവിനെ നടക്കുന്നു, വനങ്ങളെ തൊലരിക്കുന്നു, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു. നമ്മുടെ അകത്തുനിന്ന് വരുന്ന ശബ്ദത്തെ പിടിച്ചടക്കുന്ന വേറൊരു ശബ്ദം, യേശുകർത്താവിന്റെ ശബ്ദം. ജീവനോടെ നടക്കാൻ ക്രിസ്തുവിലുള്ളവനെ ശിക്ഷാവിധിയില്ല, എന്തിനേയും കീഴടക്കാം എന്നുള്ള ആത്മവിശ്വാസം ക്രിസ്തു അവന് നൽകുന്നു.